ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളതാണ്. ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ഓട്സും ഉള്ളിയൊക്കെ ചേർന്നിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 2 സവാള എടുത്ത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും അതുപോലെ തന്നെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഒരു 1 ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു നുള്ള് കായത്തിൻ്റെ പൊടിയാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈകൊണ്ട് ഈ പൊടികളും സവാളയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. അപ്പോഴത്തേക്കും അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒക്കെ ഇറങ്ങി വരികയും ചെയ്യും. ഈ മസാലപ്പൊടികളെല്ലാം സവാളയിലോട്ട് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/4 കപ്പ് മൈദാമാവാണ്. മൈദ അല്ലെങ്കിൽ കടലമാവ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 3/4 കപ്പ് ഓട്സ് ആണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. ഈ 2 സാധനങ്ങളോട് ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഇത് നന്നായിട്ട് തിരുമ്മി എടുക്കാം. നനവ് കുറവാണെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് തുറന്നിട്ട് കുറേശ്ശെ എടുത്ത് നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലിട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കോരാവുന്നതാണ്. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് എണ്ണയിലോട്ട് ഇട്ടതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. കരിഞ്ഞു പോകാതെ വേണം നമ്മുടെ ഈ ക്രിസ്പി ആയിട്ടുള്ള ഓട്സ് ഓനിയൻ പക്കോട ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഞാൻ ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. അതുപോലെ നല്ല ക്രിസ്പിയാണ്. ഓട്സൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ 4 മണി സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഉള്ളൂ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്.